आप पूछते रहिएगा। पूछते रहिए ना। मानो तुम क्या काम करते हो? हाँ तो मुझे मलयालम मैम समझना तुम्हारा काम ये साइकिल रिपेयर है। नहीं मेरा काम साइकिल नहीं है। हाँ साइकिल मैकेनिक नहीं है। मेरा काम है बिल्डिंग का काम है, सेंटरिंग काम। हाँ अभी तो सिंपली रिपेयरिंग साइकिल। हाँ अभी क्या करा, मुश्किल में गिर गया मैम। मुश्किल है। ओके और कालियर जाना है। कालियर साइकिल दोनों का टायर टूटी हुई है। फ्लैट है। क्या करेगा, उपाय नहीं है। पैदल तो नहीं जा सकते, बहुत दूर है। 7 किलोमीटर हो जाएगा। तुम्हारा घर? मेरा घर आसाम। ना इधर आसाम इधर से इधर पादरापल्ली में रहता। पादरापल्ली 6 किलोमीटर। 6 किलोमीटर। हाँ चिन्ना मुकाबला पे रहता। हाँ मेरा मालिक भी बहुत अच्छा है। हाँ मालिक ने बोला तो आसाम से साइकिल रिपेयर वर्क नहीं आया। आसाम मेरा साइकिल है, नया साइकिल। हाँ साइकिल चलाता है आसाम में। हम क्या करिएगा, हम तो मजदूर आदमी है ना। गांधी तो नहीं कर सकते। अच्छा 1 घंटा का ऊपर लग गया। 1 घंटा का ऊपर टायर लगाने। हाँ सेंटर ही बंद करते हैं मेरा दूसरा। अच्छा उपाय नहीं है। കഴിഞ്ഞ ദിവസം എൻ്റെ സൈക്കിളിൻ്റെ ഫ്രണ്ട് വീല് കണ്ടൊരു കാഴ്ച ചേഞ്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോയപ്പോൾ കണ്ട കാഴ്ചയാണ്. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കണ്ടിരിക്കും, പക്ഷേ ഞാൻ കരുതിയതും നിങ്ങൾ കരുതുന്ന പോലെ അദ്ദേഹം സൈക്കിൾ റിപ്പയറുകാരനല്ല. നേരെ മറിച്ച് ആൾ സെൻറ്ററിങ് അതുപോലെ പിന്നെ മേസ്ത്രി ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇവിടെ റിപ്പയർ ചെയ്യാൻ കൊടുത്തപ്പോൾ ഇവിടുത്തെ ജോലിക്കാരൻ പോയി ഓൾറെഡി. അപ്പോൾ ആൾക്ക് നാളെ ഈ സൈക്കിളും കൊണ്ട് പോകണം ആളുടെ ജോലിക്ക്. അപ്പോൾ ആൾ തന്നെ മെറ്റീരിയൽ വാങ്ങി, ആൾ തന്നെ സ്പാനറും മറ്റുള്ള സംഭവങ്ങളും ഈ കടയിൽ നിന്ന് വാങ്ങി അത് റിപ്പയർ ചെയ്ത് ഇനി ആൾക്കൊരു 4 കിലോമീറ്റർ കഴിയുന്ന പാതരാട്ടിൽ പോയി രാവിലെ അവിടുന്ന് ഈ സൈക്കിൾ എടുത്തിട്ട് ആൾക്ക് വീണ്ടും ജോലിക്ക് പോകണം. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് കൊണ്ട് അവരത് ചെയ്യും. ഒരുപക്ഷെ നമ്മൾ ആൾക്കാരാണെങ്കിൽ സൈക്കിളില്ല അല്ലെങ്കിൽ വണ്ടിയില്ല എന്ന പേര് നമുക്ക് എന്താ വെച്ചാൽ ആദ്യം കേൾക്കാം. ചിലപ്പോൾ നാളെ വരാൻ പറ്റില്ല, ലീവാണ് എന്നുള്ള രീതിയിലാണ് നമ്മൾ നോർമലി പ്രൊജക്റ്റ് ചെയ്യുക. എല്ലാവരും അല്ല, ചില. അപ്പം അത് നമുക്കൊരു ആവശ്യമായിട്ട് വരുന്ന സമയത്ത് നമ്മളതിനെ പ്രൊയാക്റ്റീവായിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ്. അപ്പോൾ ആൾ തന്നെ എല്ലാ കാര്യങ്ങളും, അതായത് ഇനി ചെയ്തിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം അദ്ദേഹത്തിന്, ചിലപ്പോൾ ഫാമിലി കൂടെ ഉണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ചോദിച്ചില്ല, അല്ലെങ്കിൽ ആളുടേതായിട്ടുള്ള സ്വന്തം കാര്യങ്ങൾ ആൾക്ക് ചെയ്യാനും രാവിലെ എണീറ്റ് ജോലിക്ക് പോകാൻ ഏകദേശം ഒരു 8 മണിയോട് കൂടി ആൾക്ക് ജോലി സ്ഥലത്ത് എത്തണം. ഓക്കെ, അപ്പോൾ എന്തായാലും സെൽഫ് സഫിഷ്യൻ്റായിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ വർത്താണ്. പ്രത്യേകിച്ച് നമ്മളെ വീടുകളിൽ ചില കാര്യങ്ങൾ നമ്മളെപ്പോഴും ആശ്രയിക്കാറുണ്ട് മറ്റുള്ളവരെ. പ്രത്യേകിച്ചും ഒരു ട്യൂബ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ടാപ്പ് മാറ്റുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ലീക്ക് കംപ്ലയിൻ്റ് അത് ഇതാക്കാന്നുള്ളത്. പക്ഷേ ഇതൊരു നല്ലൊരു ആക്റ്റാണ്, അപ്രീഷ്യബിളാണ്.